ഹലോ ഗേസ്, ഇന്ന് നമുക്ക് കുറച്ച് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കലാണ് കേട്ടോ പണി. ആദ്യം തന്നെ നമുക്ക് കയറി വരുന്ന ഭാഗത്തുള്ള വലിയ പുളിമരത്തിൻ്റെ താന്ന് നിൽക്കുന്ന ചില്ലകളൊക്കെ വെട്ടിയെടുക്കുക. നമുക്ക് കയ്യെത്തുന്നതേ വെട്ടാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഈ വെട്ടിയെടുത്ത ചില്ലകളെല്ലാം തെങ്ങിൻ ചോട്ടിൽ കൊണ്ടിടാം. തെങ്ങിൻ ചോട്ടിൽ കൊണ്ടിട്ടപ്പോൾ അതാ വലിയൊരു അമ്പാഴ കൊമ്പ് പൊട്ടി വീണിരിക്കുന്നു. ആ അമ്പാഴ മരത്തിൽ നിറയെ അമ്പാഴങ്ങ ഉണ്ട് കേട്ടോ. വീണ കൊമ്പിലും അമ്പാഴങ്ങ ഉണ്ട്. അപ്പോൾ നമ്മൾ അമ്പാഴങ്ങയെല്ലാം പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ അമ്പാഴ കൊമ്പ് ഇവിടെ തന്നെ നടാനുള്ള പ്ലാനിലാണ്. അതിനായി നമ്മളൊരു കുഴിയെടുത്തിട്ടുണ്ട് കേട്ടോ. വെട്ടി വെച്ച അമ്പാഴ കൊമ്പ് ഓരോന്നായി നമുക്ക് ആ കുഴിയിൽ നട്ടു കൊടുക്കാം. ഇപ്പോൾ എല്ലാം തന്നെ നമ്മൾ നേരെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേലൊരു ചിരട്ട കൂടി വെക്കണം. ഇത് ഞാൻ തന്നെ തയ്ച്ച നെയ്റ്റിയാണ് കേട്ടോ. കുറച്ച് മുമ്പ് എങ്ങനെയുണ്ടെന്ന് പറയണേ. കഴിഞ്ഞ പ്രാവശ്യം വെച്ച വഴുതനങ്ങ തൈയിൽ 2 വഴുതനങ്ങ വലുതായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ അടുത്ത മഴയിലില്ലേ ഈ കൊമ്പ് പൊട്ടി വീഴും കേട്ടോ. ഇവിടെ നിറച്ച് കുമ്പളവള്ളിയാണ്. അടുത്തുള്ള ഷെഡിലേക്കും ഈ കുമ്പളവള്ളി നിറയെ പടർന്നു പോയിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ നിറയെ പിന്തുണ്ട്, പക്ഷേ ഏതും വലുതായിട്ടില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം വെച്ച വഴുതന തൈയിൽ നിറയെ പിന്തുണ്ട് കേട്ടോ. നിറയെ കായ്ച്ചു നിൽക്കുന്നത് കണ്ട. ഈ കുമ്പളവള്ളിയിൽ മാത്രം ഒരു കുമ്പളയും കുറച്ച് വലുതായിട്ടുണ്ട്. അത് നമ്മൾ കവറിട്ട് കൊടുത്തിരിക്കണം കേട്ടോ, ചാതികളൊന്നും കൊത്താതിരിക്കാൻ. അതിനുശേഷം നമ്മൾ നേരത്തെ ഏരിയെടുത്ത് വെച്ച തൈകളിലെ ചോട്ടിലൊക്കെ കുറേശ്ശെ വളം ഇട്ട് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് വളമാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി എല്ലാ തൈൻ്റെ ചോട്ടിലും നമുക്ക് മണ്ണും കൂട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം തൊടിയിൽ എല്ലാ ചെടികളുടെ ചോട്ടിലും നമ്മൾ മണ്ണും കൂട്ടി കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പുറത്തുള്ള പണികൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ.